അപ്പം കുറച്ച് സിനിമാ സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യത്തേത് നമ്മുടെ തുടരും എന്ന് പറയുന്ന ചിത്രം സാധാരണ ഒരു കൊച്ചു ചിത്രം എന്നാണ് തരൺമൂർത്തി എപ്പോഴും പറയാറുള്ളത്. യഥാർത്ഥത്തിൽ തുടരും എന്ന് പറയുന്ന ചിത്രം ഒരു സാധാരണ കൊച്ചു ചിത്രമാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം ലാലേട്ടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദൃശ്യം പോലെ ഒരു കഥയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൃശ്യം പോലെ ഒരു കഥ എന്നുദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഒരു കുടുംബ ചിത്രം, ആ കാറ്റഗറിയിൽ പെടുത്തുന്ന ഒരു ചിത്രം എന്നായിരിക്കാം ഒരുപക്ഷെ ലാലേട്ടൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ കരുതുന്നത് ദൃശ്യം പോലെ ഒരു കഥ തന്നെ ആയിരിക്കാം ഈ ചിത്രം എന്നുള്ളതാണ്. അതുപോലെ ചില റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം ഇതിനകത്ത് വയലൻസ് ഉണ്ട്, അതുപോലെ ക്രൈം ത്രില്ലർ ആണ്, വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണ് ഈ തുടരും എന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്നത്. അപ്പം കുടുംബ ചിത്രങ്ങൾ ക്രൈമുമായിട്ട് ചോദിക്കുന്ന ട്വിസ്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വിസ്റ്റുകൾ ഇല്ല എന്നാണ് തരൺമൂർത്തി പറയുന്നതെങ്കിലും ട്വിസ്റ്റുകൾ ഉണ്ടാകാം എന്നാണ് ഈ റിപ്പോർട്ടുകൾ പലതും വരുന്നത്. കാരണം മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു സാധാരണ ഒരു കുടുംബ ചിത്രത്തിൽ അഭിനയിച്ച് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇത് 8 കൊല്ലം അങ്ങോട്ട് എടുത്തു തിരക്കഥ തയ്യാറാക്കാനും അത് ഭയങ്കര തിരുത്തലുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ ചിത്രം ഇറക്കുന്നത്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ചിത്രമാണ്. കാരണം പലതുണ്ട്. ഒന്ന്, തരൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകനെ നമുക്ക് വളരെ ഇഷ്ടമാണ്. ജാവ, ഫൗദി വെള്ളയ്ക്ക എന്ന് പറയുന്ന ചിത്രങ്ങളെല്ലാം വിജയിപ്പിച്ചെടുത്ത പാരമ്പര്യമുള്ളൊരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹം ഈയിടെ തന്നെ അഭിമുഖത്തിൽ പറയുന്നു, ഞാൻ 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തെങ്കിലും ഇപ്പം തുടരും എന്ന് പറയുന്ന ചിത്രം ഇറങ്ങിയില്ല, എന്നിട്ട് ലാലേട്ടനുമായിട്ടൊരു പടം എടുത്തപ്പോഴാണ് ആൾക്കാരെന്നെ അറിയുന്നത്. ഇത് ഒരു വല്ലാത്ത അനുഭവമാണെന്ന് പറയും. കാരണം ബാക്കി 2 ചിത്രങ്ങൾ പുള്ളി സംവിധാനം ചെയ്തിട്ടുണ്ട്, അത് സാമാന്യം നല്ല വിജയം നേടിയെങ്കിലും തുടരും എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തപ്പോൾ മുതലാണ് എവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. തുടരും എന്ന് പറയുന്നതിൻ്റെ കഥ ചോദിച്ചു തുടങ്ങി, ലാലേട്ടനെ പറ്റി ചോദിച്ചു തുടങ്ങി. ഇതെനിക്കൊരു പുതിയൊരു സംഭവമാണ്, ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് തരൺമൂർത്തി പറയുന്നത്. തരൺമൂർത്തി മോഹൻലാലിനെ വെച്ച് ഒരു സാധാരണ ചിത്രം ചെയ്യത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ചിത്രം ആദ്യ വകയിൽ സാധാരണ പോലെ ദൃശ്യം പോലെ ഒരു കുടുംബകഥ പറഞ്ഞു പോയിട്ട് അതിൻ്റെ ഇടയിലുണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയായിരിക്കും. കാറുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമായിരിക്കും എന്ന് തോന്നുന്നു. കാറും മോഹൻലാലും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വേഷങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മോഹൻലാലും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാകാം 2ാം പകുതിയിൽ. അപ്പോൾ ട്വിസ്റ്റുകളില്ലെങ്കിൽ എന്തുകൊണ്ട് പടമല്ലേ. അപ്പം അങ്ങനെ ഒരു ദൃശ്യം പോലെ ഒരു ചിത്രമാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഇനി ദൃശ്യം പോലെ ഇല്ലെങ്കിലും തുടരുമെന്ന ചിത്രം എനിക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, തുടരും എന്ന ചിത്രത്തിന് ഒത്തിരി പോസിറ്റീവ് ഉണ്ടെന്ന്. എമ്പുരാൻ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിൻ്റെ ഇമേജ് അങ്ങ് ഉയർന്നിട്ടുണ്ട്. അതുപോലെ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം റിലീസ് ചെയ്യാൻ പറ്റും. മോഹൻലാലിൻ്റെ എമ്പുരാന് ശേഷമുള്ള 2ാമത്തെ ചിത്രം എന്നുള്ള പബ്ലിസിറ്റി. അതുപോലെ പബ്ലിസിറ്റിയുടെ വലിയ കാര്യമൊന്നുമില്ല. തുടരും എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ അടുത്ത ചിത്രം എന്ന് പറയുമ്പം തന്നെ അതിന് പബ്ലിസിറ്റി ആകും. അങ്ങനെ പല രീതിയിൽ ഇതിന് ഗുണം ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ OTT അവകാശം നേരത്തെ തന്നെ വിറ്റുപോയി. അത് ഏകദേശം നിർമ്മാണ ചെലവിനോടടുത്ത് നിൽക്കുന്ന OTT ആണ് എന്ന് പറയുന്നു. അതുപോലെ ലാലേട്ടൻ്റെ വളരെ നാളിന് ശേഷമാണ് ഒരു 20-30 കോടി റേഞ്ചിൽ ബഡ്ജറ്റുള്ളൊരു ചിത്രം വരുന്നത്. അപ്പോൾ അതുകൊണ്ടെല്ലാം ഇതൊരു പോസിറ്റീവ് തിങ്കിങ് ആണ്. ഒരുപക്ഷെ വൻ സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഈ ചിത്രമാണ്. നല്ല ടൈമിംഗ് ആണ്. കാരണം എമ്പുരാൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഓണം തീരുന്നതിന് മുമ്പ് ഉള്ള ഒരു തുടരും എന്ന് പറയുന്ന ചിത്രം മികച്ച പ്രതികരണം കിട്ടുകയാണെങ്കിൽ, ഒരു പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ ഇതൊരു 100 കോടിക്ക് മുകളിലുള്ള കളക്ഷനെ ചെന്ന് നിൽക്കത്തുള്ളൂ എന്ന് 100% നമുക്ക് ഉറപ്പാണ്. ലാലേട്ടനെ സംബന്ധിച്ച് പോസിറ്റീവ് കിട്ടുന്ന ചിത്രങ്ങളെല്ലാം ഏത് ലെവൽ വരെ പോകും എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. ആ ലെവലിലേക്ക് ചിത്രവും കയറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഇനിയും ലാലേട്ടനെ സംബന്ധിച്ച് വേറൊരു ഫുട്ബോൾ താരം അർജൻറ്റീനയുടെ മെസ്സി ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല. മെസ്സിയെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ്. എനിക്കൊന്നു ഈ സൂപ്പർ താരങ്ങളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മെസ്സിയാണ് സത്യം പറഞ്ഞൊരു സൂപ്പർ. അപ്പോൾ അദ്ദേഹം ഡിയർ ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജേഴ്സി ലാലേട്ടൻ സമ്മാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ തന്നെ എൻ്റെ ഒരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. മെസ്സി ആ ജേഴ്സിയിൽ ഡിയർ ലാലേട്ട എന്ന് എഴുതുന്നതും ഒക്കെയുള്ള വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ 2 സുഹൃത്തുക്കളാണ്
ഇത് മോഹൻലാലിനെ സമ്മാനിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം എന്നാണ് ലാലേട്ടൻ അതിനെ വിശേഷിപ്പിച്ചത്. മെസ്സി എന്ന് പറയുന്ന ഫുട്ബോൾ താരത്തെ ലാലേട്ടന് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, ആർക്കാണ് ഇഷ്ടപ്പെടാത്തതിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കളങ്കാവൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ഒരു പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട്. ഈ പോസ്റ്റർ കേട്ട് കഴിയുമ്പോഴത്തേന് ഏകദേശം വില്ലൻ ലുക്കിൽ തന്നെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ സൈനൈഡ് മോഹൻ്റെ കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു വാർത്തകൾ വരുന്നുണ്ട്. അത് എന്തുമാത്രം ശരിയാണെന്നില്ല. പക്ഷേ കളങ്കാവൽ എന്ന് പറയുന്ന പേരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാൻ പറ്റുന്നത് വെള്ളായണി ക്ഷേത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന കാളിയൂട്ട് ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ചടങ്ങാണ് കളങ്കാവൽ എന്ന് പറയുന്നു. അതിൽ ദേവി രൂപം പൂണ്ട് രാക്ഷസനെ നിഗ്രഹിക്കാൻ വേണ്ടി ജനക്കൂട്ടത്തിനിടയിലൊക്കെ ചാടിക്കയറുന്ന ആ ഒരു രുദ്രഭാവത്തിലുള്ള ദേവിയെപ്പറ്റിയാണ് ഈ ചടങ്ങ് ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ ചിത്രം എന്നറിയില്ല. ഇത് കൃത്യമായിട്ട് പറയുന്നു സൈനൈഡ് മോഹനുമായിട്ട് ബന്ധപ്പെട്ട. സൈനൈഡ് മോഹനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. 10-20ഓളം സ്ത്രീകളെ വശീകരിച്ച് അവരുടെ സ്വർണ്ണമൊക്കെ കവർന്നതിന് ശേഷം സൈനൈഡ് ഒഴിച്ച് കൊല്ലുന്ന ഒരു വില്ലൻ കഥാപാത്രം. ഈ കഥാപാത്രമാണ് കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്ന് നേരത്തെ തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഒരു വില്ലൻ ലുക്ക് കലർന്ന ഒരു പോസ്റ്റർ തന്നെയാണ് ഇപ്പം മമ്മൂട്ടിയുടേതായി പുറത്തു വന്നിരിക്കുന്നത്. ഇതിലെ നായകൻ വിനായകനാണ്. ഈ കണ്ണുകളിൽ തന്നെ ഒരു വശ്യത കാണാം, അതുപോലെ തന്നെ ഒരു രൗദ്രഭാവവും കാണാം. ഇത് ഈ കഥാപാത്രത്തിൻ്റെ ഒരു മാനറിസം തന്നെ ആയിരിക്കാം എന്ന് തന്നെ തോന്നുന്നു. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമാണ് ഈ ചിത്രം. അതുപോലെ കളങ്കാവൽ മെയ് മാസം ഒരു പക്ഷേ റിലീസ് ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിനായകനാണോ മമ്മൂട്ടിയാണോ നായകൻ എന്നുള്ളത് വരും ദിവസങ്ങളിൽ ചിത്രം കണ്ടതിന് ശേഷം മാത്രമേ അറിയത്തുള്ളൂ. ഏതായാലും മമ്മൂട്ടി നായകനാകുമ്പോൾ എത്ര വില്ലനാണെങ്കിലും അതിന് മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും പ്രാധാന്യം, അല്ലേ? ഏതായാലും ചിത്രം തിയേറ്ററിലെത്തിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാൻ പറ്റും. അപ്പം ആ ചിത്രവും വൻ വിജയമായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മമ്മൂട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ചിത്രമാണ്. കാരണം തുടർച്ചയായിട്ടുള്ള 2 ചിത്രങ്ങളുടെ പരാജയത്തിന് ശേഷം മമ്മൂട്ടിയുടെ 3ാമത്തെ ചിത്രം തിയേറ്ററിൽ പരാജയപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. മമ്മൂട്ടിയെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹം താൻ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ ഒരു പ്രത്യേക പുതുമ കൊണ്ടുവരാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ പുതുമ സിനിമയിലുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം പുതുമയുള്ള കഥാപാത്രം എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് ബഫൂക്ക. പക്ഷേ യാതൊരു പുതുമയും തരാത്തൊരു കഥാപാത്രമായിട്ട് ബഫൂക്ക മാറി. പിന്നെ സ്റ്റൈലിഷ് ലുക്കും ഒക്കെ ആയിട്ട് നേരത്തെ തന്നെ റിലീസിന് മുമ്പ് തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചിത്രം കൂടായിരുന്നു ബഫൂക്ക. പക്ഷേ വന്നു കഴിഞ്ഞപ്പം സ്റ്റൈല് മാത്രമേ ഉള്ളായിരുന്നു, പടത്തിൽ വേറെ ഒന്നുമില്ല എന്ന് ഭൂരിപക്ഷം ജനങ്ങൾ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചും ഈ ക്ലൈമാക്സ് കുറച്ച് രംഗം മാത്രമേ ഉള്ളൂ കണ്ടിരിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണാം. ഏതായാലും ബഫൂക്ക ജനങ്ങൾ തിരസ്കരിച്ചൊരു ചിത്രമാണ്. അതിനുശേഷം കളങ്കാവൽ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ചിത്രം വരുന്നു. മമ്മൂട്ടിയുടെ ചിത്രത്തെ സംബന്ധിച്ച് 2024 മമ്മൂട്ടിയെ സംബന്ധിച്ചൊരു നഷ്ടത്തിൻ്റെ 25 മമ്മൂട്ടിയെ സംബന്ധിച്ചൊരു നഷ്ടത്തിൻ്റെ വർഷമാണ്. ആ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ ഈ കളങ്കാവൽ മമ്മൂട്ടി സഹായിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ആത്മാർത്ഥമായി എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട, തെറ്റിദ്ധാരണയായിരുന്നല്ലേ. നമ്മളെല്ലാവരും സ്നേഹത്തിൽ കഴിയേണ്ടവർ തന്നെയാണ്, മനുഷ്യരാണ്. ചില തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാം എന്നേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ, പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അല്ലേ? ഓക്കെ, ബൈ.